പറയുന്ന വീട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വീട്, 2 നിസ്കരിക്കുന്ന വീട്. ഇങ്ങോട്ട് നോക്ക്, 2 നിസ്കരിക്കുന്ന വീട്, 3 ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന വീടിതാ. ഇനി മലക്കുകൾ വരണമെങ്കിൽ നിന്റെ വീട് സൗകര്യപ്പെടുത്തണം. എല്ലാ വീട്ടിലും മലക്ക് വരൂല. അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാവരും നിന്റെ വീട്ടിലേക്ക്, എല്ലാ വീടുകളിലേക്കും കടന്നു വരൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അന്നബി ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യദ്ഖുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീട്ടിൽ വരാത്തതിന്റെ കാരണം പറയാ. നിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരാത്തതെന്നറിയുമോ? താടിയുള്ള, തഴമ്പുള്ള, തൊപ്പിയുള്ള, നിസ്കാരമുള്ള ഓരോ മനുഷ്യന്റെയും വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മാലാഖമാര് വരുന്നില്ല. സമാധാനമില്ല. സദഖ കൊടുത്തിട്ടും നിസ്കരിച്ചിട്ടും ഖുർആൻ ഓതിയിട്ടും പടച്ചവനെ എന്തൊക്കെ നന്മ ചെയ്തിട്ടും നിന്റെ വീടിന്റെ അകത്ത് റഹ്മത്തില്ലേ, സമാധാനമില്ലേ? അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനവിടെന്ന് പറയുകയാ. മഹാനായ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവേ, 2 വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, പള്ളി കെട്ടാൻ പൈസ കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നടക്കാറുണ്ട്. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അതിന്റെ കാരണം നിന്റെ വീട്ടിലേക്ക് 2 കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലും മലക്കുകൾ വരൂല. നിന്റെ വീട്ടിലേക്കും മലക്കു വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പട്ടിയെ ഏത് വീട്ടിലാണോ വളർത്തുന്നത്, പട്ടിയെ വളർത്തുന്ന വീട്ടിലേക്കും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പിന്നെ പട്ടിയൊന്നും വളർത്തൂല, മുസ്ലിമീങ്ങളല്ലേ. രൂപങ്ങളുള്ള വീട്, രൂപങ്ങളുള്ള വീട്, ഫോട്ടോ ഉണ്ടാക്കിയിട്ട് കല്യാണ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുക വീടിനകത്ത്. മക്കളുടെ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഫോട്ടോ എവിടെ? വീടിന്റെ അകത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ജീവനുള്ളവയുടെ ചിത്രങ്ങളുണ്ടല്ലോ, ഏത് വീട്ടിലാണോ വെച്ചിരിക്കുന്നത് അവിടെ മലക്കുകൾ കടന്നു വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരുടെ ചിത്രമാകട്ടെ, നിന്റെ വാപ്പയുടേതാകട്ടെ, നിന്റെ ഉമ്മയുടേതാകട്ടെ, നിന്റെയും നിന്റെ ഭാര്യയുടേതാകട്ടെ, നിന്റെ മക്കളുടേതാകട്ടെ, പടച്ചവനെ ഏതെങ്കിലും ഒരു ജീവിയുടേതാകട്ടെ, രൂപങ്ങൾ, ജീവനുള്ള വസ്തുവിന്റെ രൂപങ്ങൾ നിന്റെ വീടിനകത്ത് വെച്ചാ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇനി അത് ഏത് കൊലകൊമ്പന്റെ ആണെങ്കിലും മലക്കുകൾ കടന്നു വരൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. തെളിവ് ഞാൻ പറഞ്ഞു തരാം. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ أنها قالت وعد رسول الله صلى الله عليه وسلم جبريل عليه السلام في ساعة يأتيه فيها فجاءت تلك الساعة ولم يأتي وفي يده عصا فألقاها من يده وقال ما يخلف الله وعده ولا رسله ثم استقل ثم اتفل فإذا جرء قلب تحت سريري فقال يا عائشة
متى دخل هذا القلب ها هنا فقلت والله ما دريت فأمر به فأخرج فجاء جبريل فقال رسول الله صلى الله عليه وسلم واعتدني فجلست لك. ഒരു ചരിത്രം പറഞ്ഞു തരാം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ വഹിയുമായിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇന്ന സമയത്ത് ജിബ്രീൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വന്നില്ല. വരേണ്ട സമയമായിട്ടും അവിടെ നിന്ന് കാണുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വരാമെന്ന് പറഞ്ഞതാ, കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ അത്ഭുതമായി വാഗ്ദാനം നൽകിയ സമയത്തും എത്തിച്ചേർന്നില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഒരു വടിയുണ്ടായിരുന്നു. മുത്തുനബിയുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആ വടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്ത് എറിഞ്ഞു. ജിബ്രീലിനെ കാണാതെ വന്നപ്പോ, വരുമെന്ന് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അവിടെ നിന്ന് പറയുന്ന വാക്ക് ലംഘിക്കാറില്ലല്ലോ. എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോഴാ കട്ടിലിനടിയിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന ഒരു പട്ടിയിരിക്കുക. ആ പട്ടി എപ്പോഴാ പറഞ്ഞു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ കടന്നു വരാത്ത വീടാണ് നായുള്ള വീട്, ചിത്രങ്ങളുള്ള വീട്. എല്ലാവരും ഞങ്ങളൊക്കെ വഴുതിന് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും. മംഗലാപുരത്തൊക്കെ പോകുമ്പോഴാണ് കൂടുതലും. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മോൻ്റെ പേന എടുത്തിട്ട് ഉരച്ച് നമ്മൾ തന്നെ നമ്മുടെ മുഖം മറയ്ക്കേണ്ട ഗതികേടാ. കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിൽ കയറുമ്പോൾ കാണാൻ അലമാരിക്കകത്ത് ഫോട്ടോ മറച്ചു വെക്കുന്നൊരവസ്ഥ. കാരണം എന്തേ, മലക്കുകൾ വരൂല, മലക്കുകൾ കടന്നു വരൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് നിങ്ങൾ നോക്ക്. എങ്ങനെയാണ് രൂപങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ വരാത്തതിന്റെ തെളിവ് വേണോ? അല്ലാഹുവേ, അന്നബീഹി അന്നഹു സമിഅ ആയിഷ تقول دخل علي رسول الله صلى الله عليه وسلم وقد سترته صهوة لي بكرام فيه تماثيل فلما راه يا عائشة أشد الناس عذابا عند الله يوم القيامة الذي يضاهون بخلق الله. قالت عائشة فقطعناه فجعلنا منه وسادة أو وسادتين. സംഭവങ്ങളൂടെ പടമൊക്കെ വരയ്ക്കണവർ കേട്ടോ, പടങ്ങളൊക്കെ വരയ്ക്കണവരുണ്ടല്ലോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചു. രണ്ട് രൂപങ്ങളുള്ള ഒരു മറ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ മറച്ചിരുന്നു. ജനലിൽ ഇങ്ങനെ മറച്ചിരിക്കുക ഒരു മറ, അതിനകത്ത് രണ്ട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു, കോപം വരുമ്പോഴങ്ങനെ വരിക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് വല്ലാതെ ചുമന്നു തുടുക്കും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ വീട്ടിലേക്ക് വന്ന പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തുടുത്തിട്ട് വീടിനകത്ത് കയറാതെ പ്രവാചകൻ തിരിച്ചുപോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സങ്കടമായി. അല്ലയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരണമെന്തേ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് എന്തോത്തിന്റെയോ രണ്ട് രൂപങ്ങൾ, രണ്ട് ചിത്രങ്ങൾ ആ തൂക്കിയിട്ടിരുന്ന തുണിക്കകത്തുണ്ടായിരുന്നു. മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടപ്പോൾ അതിന്റെ സ്ഥാനത്ത് നിന്നത് വലിച്ചു കീറാൻ പറഞ്ഞു ആയിഷ ബീവിയോട്. ആ രൂപങ്ങളുള്ളത് വലിച്ചു കീറാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ആയിഷ, എന്റെ ഉമ്മമാരെ, എന്റെ മുസ്ലിമേ,
പടം വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, വരച്ച ചിത്രങ്ങൾ വീടിന്റെ അകത്ത് തൂക്കിയിടുന്നവർ, മൃഗങ്ങളുടെയും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ കൊണ്ട് നടക്കുന്നവർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ഒരു ജനവിഭാഗമാണ്. ഒരു ജനവിഭാഗത്തിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ, രൂപങ്ങൾ വരയ്ക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കാണ് നാളെ കഠിന ശിക്ഷ കിട്ടുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, അത് മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് മുത്തുനബി വീടിനകത്ത് കയറിയത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ രൂപങ്ങൾ, ആ ചിത്രങ്ങളുള്ള തുണി ഞാൻ മുറിച്ചു കളഞ്ഞതിന് ശേഷമാ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കയറിയത് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, തുണിക്കകത്ത്, ഇന്നത്തെ തുണിയൊക്കെ നോക്കിയ ബെഡ്റൂമിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന, കട്ടിലിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന തത്തമ്മ പറക്കുന്നത് കാണാം, അല്ലേ? എന്താ റഫീഖ? പല നമ്മുടെ വീട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പിന്റെ മുകളിൽ പോലും കിളികൾ, എന്നിട്ട് പറയാ റഹ്മത്തിന്റെ മലക്ക് വരണം. വാതിലിന്റെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കർട്ടനകത്ത് പറവ പറക്കുന്നുണ്ട്, പൂച്ച ഇരിക്കുന്നുണ്ട്, ഇല്ലേ? ഇതൊക്കെ വെച്ചിട്ട് പറയാ മലക്കുകൾ വരണമെന്ന്. വരും, അസ്റായിൽ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് വരും? അസ്റായിലിനെ ഇതുവല്ലം തടയോ? പട്ടിയല്ല, പന്നിയല്ല, ഇനി എന്തുണ്ടെങ്കിൽ ആ ചങ്ങാതി കയറി വരും. അള്ളാഹു നല്ല അവസ്ഥയിൽ കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ വീടിനകത്ത് തൂക്കിയിട്ടിരുന്ന തുണിക്കകത്ത് പോലും ഒരു ചിത്രം കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് വീടിനകത്ത് കയറിയില്ല. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വീട്ടിലേക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിനകത്ത് പോയിട്ട് തെരഞ്ഞു നോക്ക്, കയറുമ്പോഴേ കാണാം പടച്ചവൻ ഇങ്ങനെ അലമാരിക്കകത്ത്, വീടിനകത്ത്, റൂമിനകത്ത് കല്യാണ ഫോട്ടോ, ആ ഫോട്ടോ, ഈ ഫോട്ടോ, ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഫോട്ടോ തന്നെയല്ലേ എല്ലാ ദിവസവും ഇൻസാരി എണ്ണ രാവിലെ ഇറങ്ങുമ്പോൾ സ്വന്തം ചിത്രം കാണാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ വരച്ചിട്ട് അതും കണ്ടിട്ട് ഇറങ്ങിപ്പോയാൽ വറക്കത്തുണ്ട്. നമ്മുടെ മുൻ തന്നെ കണ്ടിട്ട് ഇതിനാ ഫോണിൽ തന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഗ്യാലറിക്കകത്തെങ്കിലും സ്ഥലമില്ല. ഇങ്ങനെ നിന്നതും അങ്ങനെ ചാടുന്നതൊക്കെ എടുത്ത് നിറച്ചു വെച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ, ഇനി നമ്മുടെ വീടിനകത്തുകൂടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും പല വീടുകളിലും ഫോട്ടോകൾ കാണാൻ. വേണ്ട സഹോദര, അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്ക് നിന്റെ വീട്ടിലില്ലെങ്കിൽ ഈ ഫോട്ടോ കൊണ്ട് എന്ത് നേട്ടമാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ, സംഗീത വസ്തുക്കളൊക്കെ വീടിനകത്ത് വെക്കുക. മറ്റുള്ള സാധനങ്ങൾ അറിയാലോ, ചെണ്ടമേളങ്ങളും മറ്റുള്ള സാധനങ്ങളും. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽഹരീറ വൽഖംറ വൽമആസിഫ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സംഗീത ഉപകരണങ്ങളും പുരുഷന്മാർക്കും പാട്ടുപാടുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക. ആ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വരൂല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീടിനകത്ത് വെക്കുക, സൂക്ഷിക്കാം. അങ്ങനെയുള്ള വസ്തുക്കൾ, സംഗീത ഉപകരണങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനന്ന ഫീ ഹാദിഹി ഉമ്മത്തുൻ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തുന്ന ശിക്ഷയും ചരൽ വർഷവും രൂപമാറ്റവും വന്ന് ഭവിക്കും. അത് അവ കള്ളു കുടിക്കുകയും പാട്ടുകാരികളെ കൊണ്ട് നടക്കുകയും അതുപോലെയുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ശിക്ഷകൾ കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ വീടുകൾ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് സമാധാനമില്ല ഉസ്താദ്, സന്തോഷമില്ല ഉസ്താദ്, തമ്മിലടിയാണ് ഉസ്താദ്, ഐശ്വര്യമില്ല ഉസ്താദ്, ബറക്കത്തില്ല ഉസ്താദ്, എന്ത് കിട്ടിയിട്ടും തികയുന്നില്ല ഉസ്താദ് എന്ന് പരാതി പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീടിനകത്ത് കടന്നു വരണോ? ഐശ്വര്യം വേണോ? സമാധാനം വേണോ? ബറക്കത്ത് വേണോ? സന്തോഷം വേണോ? അതിനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നത്.
അള്ളാന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് അള്ളാഹുവിനെ കുറിച്ച് പറയ്. ദിക്റുകൾ പറയുന്ന വീടാകണം, തസ്ബീഹ് പറയുന്ന വീടാകണം. വൈകുന്നേരമായ പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബ് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് വീടിനകത്തിരുന്നിട്ട് പള്ളിക്കകത്തിരുന്ന തസ്ബീഹ് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ദിക്റ് പറയുന്ന വീടുകളുണ്ടായിരുന്നു. അവിടെയാണ് റഹ്മത്തിന്റെ മാലാഖമാര് കടന്നു വന്നത്. അവിടെയാണ് പടച്ചവനെ കൊട്ടാരം പോലെ വീടില്ലെങ്കിലും ചോർന്നൊലിക്കുന്ന ഓലഷെഡിനകത്ത് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവർ ജീവിച്ചിരുന്നത്. അവർക്ക് തിന്നാൻ മട്ടൻ മന്തിയില്ലായിരുന്നു. പടച്ചവനെ അറബി ഫുഡുകൾ ഉണ്ടായിരുന്നു. കഞ്ഞിയും ചോറും പഴങ്കഞ്ഞിയും ചമ്മന്തിയും കപ്പയും തിന്നുകൊണ്ട് പടച്ചവനെ അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചതിന്റെ കാരണം എന്തെന്നറിയോ? പടച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഇന്ന് ഞാനും എന്റെ ഭാര്യയും തമ്മിലടിയാണ്. പടച്ചവനെ ഭാര്യയും മക്കളും ഭാര്യയും ഭർത്താവും ഇന്ന് തമ്മിലടിയാണ്. എങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, 60-70 കൊല്ലം ജീവിച്ചിരുന്ന നിന്റെ ഉപ്പ എന്നെങ്കിലും നിന്റെ ഉമ്മയെ തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ കണ്ണുനീര് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വാപ്പയെ അനുസരിക്കാതെ ഉമ്മ എവിടെങ്കിലും ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, എന്തൊരു സ്നേഹമാ! പരസ്പരം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ മരിക്കുന്ന കാലം വരെ അവരൊരു കുടക്കീഴിൽ കിടക്കുന്നത് പോലെ ഒരു പുതപ്പിന്റെ കീഴിൽ സന്തോഷത്തോടെ ഉള്ളത് തിന്ന് സുഖിച്ച് നടന്നത്, അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാ. അതുകൊണ്ട് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ദിക്റുകൾ നിന്റെ വീട്